അല്ല, മമ്മൂട്ടിയൊന്നും അത്ര വെടുപ്പുള്ള ആൾക്കാരല്ല കേട്ടാ. ദിലീപിനെ വെറുതെ വിട്ടതോടുകൂടി ഇവരെല്ലാവരും ഒരൊറ്റക്കെട്ടായി. നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായിട്ടുള്ള അതിൽ നായിക സ്ഥാനം വഹിക്കേണ്ടത് മഞ്ജു വാര്യറായിരുന്നു. മമ്മൂട്ടി അവരെ വേണ്ടാന്ന് വെച്ചു, മഞ്ജു വാര്യറിനെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവർ മൂന്നാളും ഒരൊറ്റക്കെട്ടാണല്ലോ. അതേപോലെ മോഹൻലാൽ വാക്ക് കൊടുത്തായിരുന്നു മഞ്ജു വാര്യർക്ക് ദിലീപിന്റെ സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് പോവില്ല എന്നുള്ളത്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയിൽ ഗസ്റ്റ് റോളായിട്ടില്ലല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഒരൊറ്റക്കെട്ടാണ് പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തരുൺമൂർത്തിയുടെ പുതിയ സിനിമ മോഹൻലാലും അതുപോലെ തന്നെ മഞ്ജു വാര്യറും ആയിരുന്നു. മോഹൻലാല് മഞ്ജു വാര്യറിനെ മാറ്റി മീര ജാസ്മിനെയാണ് നായികയായിട്ട് എടുത്തിട്ടുള്ളത്. തന്നെ ഇവർ രണ്ടുപേരും എല്ലാ പടത്തിൽ നിന്നും, മലയാളത്തിലെ എല്ലാ പടത്തിൽ നിന്നും ഇവർ രണ്ടുപേരും മോഹൻലാലും മമ്മൂട്ടിയും ഒഴിവാക്കുകയായിരുന്നു. മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. മനഃപൂർവ്വം ഒഴിവാക്കി. അത്ര വെടുപ്പുള്ള ആൾക്കാരാണോ? കാരണം ദിലീപാണ്. കാരണം കേസിനൊക്കെ വെറുതെ വിട്ടു. ഇനിയിപ്പോൾ അമ്മയിലേക്ക് തിരിച്ചു വരാൻ പോവാണ്, നല്ല ശക്തനായിട്ട് വരാൻ പോവാണ്. അപ്പോൾ ദിലീപിന്റെ രണ്ടാം വരവ്, അതായത് 2020 പറഞ്ഞൊരു ആക്ടേഴ്സിന്റെ കുറെ സിനിമകൾ, ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ രണ്ടാം ഭാഗം വരാൻ പോവാണ്. അപ്പോൾ കോടികളാണ് ഇറക്കിയിട്ടുള്ളത്. നായകന്മാരെ ഫുള്ളായിട്ട് കയ്യിലെടുത്ത് 2020 രണ്ടാം ഭാഗം ഉടനെ പുറപ്പെടും. അത് കോടികളാണ് മുതൽ മുടക്ക് കേട്ടോ. സിനിമ എന്താ പറയുക, ഒരു 3D എഫക്റ്റ്, 4D 5D ഒക്കെ എഫക്റ്റിൽ നല്ല പൈസ ഇറക്കിയിട്ട് ചെയ്യാൻ പോകുന്ന പടമാണ്. പക്ഷേ ഒരു സ്ത്രീനെയാണ് അവർ ബാക്കിലാക്കിയിട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷേ മഞ്ജു വാര്യർക്ക് സിനിമ ഇല്ലായിക്കൊന്നുമില്ല. കന്നഡ, തെലുഗു, ഹിന്ദി, അങ്ങനെ തമിഴ് ഒരുപാട് സിനിമകൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യുന്നു. അതുപോലെ പല ഷോസ്, ആഡുകൾ. ദിലീപ് തിരിച്ചുവരവിൽ മഞ്ജു വാര്യറിന്റെ ലൈഫ് കോങ്ങാട്ടിയാക്കാൻ പോവുകയാണ്. സിനിമകളില്ലാതെ, പരസ്യങ്ങളില്ലാതെ മലയാളത്തിൽ നിന്നും പുറന്തള്ളിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മലയാളി ആയിട്ടുള്ള നമ്മുടെ നടന്മാരാണ്, പ്രമുഖരായിട്ടുള്ള നടന്മാരാണ് ഇതിന് ഉത്തരവാദിത്തം. അത് കുഴപ്പമില്ല. മഞ്ജു വാര്യർ അങ്ങനെ തളരൊന്നുമില്ല. കാരണം ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ നടികൾക്കും നടന്മാർക്കും പ്രിവിലേജ് കിട്ടുന്നത് നമ്മുടെ മലയാളത്തിൽ 5 പൈസയ്ക്ക് പ്രിവിലേജ് ആരും തരില്ല. ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, അങ്ങനെ അതർ ലാംഗ്വേജിലുള്ള ആൾക്കാർ നല്ല പ്രിവിലേജ് കൊടുക്കുന്ന, നായികകൾക്ക് നല്ല പ്രിവിലേജ് കൊടുക്കുന്നതാണ്. ഒരിക്കലും തളരില്ല മഞ്ജു വാര്യർ. അപ്പോൾ ദിലീപിന്റെ രണ്ടാം 2020